ഹലോ, എല്ലാവർക്കും ഡി എസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഇലയട ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ്. അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 1 കപ്പ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പുഴുങ്ങലരി പൊടിച്ചതാണ്. ഇത് പച്ചവെള്ളത്തിൽ കുഴച്ചെടുക്കാൻ പറ്റിയ പൊടിയാണിത്. 1 കപ്പ് പൊടിയാണ് എടുക്കുന്നത്. അതിലേക്ക് 2 ചെറിയ നേന്ത്രപ്പഴം പുഴുങ്ങിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് മിക്സിൻ്റെ ജാറിലൊന്ന് നല്ലതുപോലെ അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ അരിപ്പൊടിയിലേക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും പാകത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് നല്ലതുപോലെ കുഴച്ച് ഉരുട്ടിയെടുക്കണം. അപ്പോൾ ഇത് നമ്മുടെ മാവ് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിനി അടച്ചു വെക്കാം. ഇനി നമുക്കിതിൻ്റെ ഫില്ലിങ് ഉണ്ടാക്കിയെടുക്കണം. ഇത് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് അണ്ടിപ്പരിപ്പ് നുറുക്കിയത് ഇട്ട് ഒന്ന് വറുത്തെടുക്കണം. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്നെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ വെല്ലമാണ് ഇട്ട് കൊടുക്കുന്നത്. വെല്ലം ഉരുക്കി അരിച്ചെടുത്തതാണിത്. ഇതും കൂടി ഇട്ട് ഒന്ന് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുത്ത് ഇതിൻ്റെ വെള്ളയെല്ലാം ഒന്ന് ആറി തരണം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 3 ഏലക്കായ പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ ഫില്ലിങ്ങും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇലയെല്ലാം ഒന്ന് വാട്ടിയെടുക്കണം. ഇലയെല്ലാം വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുഴച്ച് വെച്ച മാവ് എടുത്ത് പരത്തിയെടുക്കണം. നേരിയതായിട്ട് പരത്തിയെടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതുപോലെ നമുക്ക് മാവ് പരത്തിയെടുക്കാം. ഇനി ഫില്ലിങ് വെച്ച് കൊടുക്കാം. അധികം സൈഡിലോട്ടൊന്നും ആകാതെ നോക്കണം. ഫില്ലിങ് എല്ലാം നന്നായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു ഇലയിലേക്ക് ഒരു ബോൾ കൂടി മാവെടുത്ത് അതുപോലെ തന്നെ പരത്തിയെടുക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ പരത്തി വെച്ച മാവിൻ്റെ മേലെയാണ് ഇപ്പോൾ പരത്തിയ മാവ് വെച്ച് കൊടുക്കേണ്ടത്. ഇതുപോലെ വെച്ച് കൊടുക്കണം. എന്നിട്ട് സൈഡെല്ലാം നല്ലതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. എല്ലാ സൈഡും നല്ലതുപോലെ ഒട്ടിയിരിക്കണം. അപ്പോൾ സൈഡെല്ലാം നല്ലതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് അതൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്നതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മേലെ ആവിയിലാണ് വെച്ച് കൊടുക്കുന്നത്. ഇതൊന്ന് പുഴുങ്ങിയെടുക്കാം. ഒരു 10 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. ഇതൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ നമ്മൾ അടയത് ഇവിടെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തുറന്നു നോക്കാം. നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എടുക്കാം. ഇനി ഇതൊന്ന് തണുത്ത് വരട്ടെ. തണുത്ത് വന്നതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം. ഹെൽത്തി ആയിട്ടുള്ള ഇലയട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കി ഒന്ന് അഭിപ്രായം പറയണേ. എന്നാൽ അടുത്ത റെസിപ്പിയുമായി അടുത്ത വീഡിയോ കാണാം.